ഒരു അസുരശ്രേഷ്ഠനായിരുന്ന വിപ്രചിത്തിയുടെ പുത്രിയും രംഭാസുരൻ്റെ പത്നിയുമായിരുന്നു മാഹിഷ്മതി എന്ന അസുരസ്ത്രീ. തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു മഹർഷിയെ ഒരു എരുമയുടെ വേഷത്തിൽ ചെന്ന് അവൾ ഭയപ്പെടുത്തുകയാൽ കോപിഷ്ഠനായ മഹർഷിയുടെ ശാപം മൂലം മാഹിഷ്മതി ഒരു എരുമയായിത്തീർന്നു. അവളുടെ പുത്രനായിട്ടാണ് പരാക്രമിയായ മഹിഷാസുരൻ ജന്മമെടുത്തത്. അതിശക്തിമാനായ മഹിഷാസുരൻ ദീർഘകാലത്തെ തപസ്സുകൊണ്ട് ജഗത് ജനനിയിൽ നിന്ന് വരം സമ്പാദിക്കുകയും വളരെക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ ദേവന്മാരെ പരാജയപ്പെടുത്തി ദേവാസുര രാജാവായി വാഴുകയും ചെയ്തു. ഇന്ദ്രപദവി തട്ടിയെടുത്ത മഹിഷാസുരൻ്റെ ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയ ദേവന്മാർ ബ്രഹ്മദേവനെ ചെന്നുകൊണ്ട് സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും കൂടി ഭഗവാൻ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അടുത്തെത്തി. മഹിഷാസുരൻ്റെ ഉപദ്രവം മൂലം പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയെപ്പറ്റി ദേവന്മാർ വിസ്തരിച്ചു പറഞ്ഞു. ദേവന്മാരുടെ സങ്കടകഥകളും മഹിഷാസുരൻ്റെ പരാക്രമ വാർത്തകളും കേട്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും മുഖത്ത് കോപം ജ്വലിച്ചു കയറി. വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും മഹേശ്വരൻ്റെയും വദനങ്ങളിൽ നിന്ന് മഹത്തായ ഒരു തേജസ് ഉത്ഭവിക്കുകയും മറ്റു ദേവന്മാരിൽ നിന്ന് പുറപ്പെട്ട തേജസ്സുകളുമായി ചേർന്ന് ആ തേജോപുഞ്ചം ഭീമാകാര രൂപം പൂണ്ട് അതിൽ നിന്ന് ആ മഹാതേജസ് കാന്തിരൂപം പ്രസരിപ്പിക്കുന്ന ഒരു സ്ത്രീ രൂപമായി പരിണമിക്കുകയും ചെയ്തു. സമസ്ത ദേവ തേജസ്സിനാൽ സംഭൂതയായ ദേവിയെ ദർശിച്ച് ദേവന്മാർ ആഹ്ലാദചിത്തരായി. മഹേശ്വരൻ സ്വന്തം ശൂലത്തിൽ നിന്ന് ഒരു ശൂലം ആകർഷിച്ചെടുത്ത് ദേവിക്ക് ആയുധമായി നൽകി. ഭഗവാൻ വിഷ്ണു സ്വന്തം ചക്രായുധത്തിൽ നിന്ന് മറ്റൊരു ചക്രായുധം ആകർഷിച്ച് ദേവിക്ക് പ്രദാനം ചെയ്തു. വരുണദേവൻ ശംഖും അഗ്നിദേവൻ വേലും വായുദേവൻ വില്ലും അമ്പുകളും നിറച്ച ആവനാഴിയും ദേവിക്ക് പ്രദാനം ചെയ്തു. ഇന്ദ്രദേവൻ തൻ്റെ വജ്രായുധത്തിൽ നിന്ന് മറ്റൊരു വജ്രായുധവും ഐരാവതത്തിൽ നിന്ന് ഒരു മണിയും ദേവിക്ക് പ്രദാനം ചെയ്തു. ഹിമവാൻ ദേവിക്ക് വാഹനമായി ഒരു സിംഹത്തെയും നൽകി. അങ്ങനെ സമസ്ത ദേവന്മാരുടെയും ശക്തിയിൽ നിന്ന് ലഭിച്ച വരദാനവുമായി സിംഹവാഹിനിയായി നിലയുറച്ച ദേവിയെ സർവ്വദേവന്മാരും ജയജയാരവത്തോടെ ആശീർവദിച്ചു. ഇതെല്ലാം മണത്തറിഞ്ഞ മഹിഷാസുരൻ കോപാവേശനായി ദേവിയെ ലക്ഷ്യമാക്കി കുതിച്ചു. അസുര സൈന്യങ്ങൾ ദേവിയുമായി ഏറ്റുമുട്ടി. മഹിഷാസുരൻ്റെ സേനാനായകനായ ശിശുരകൻ ആന, തേര്, കുതിര, കാലാൾ എന്നിവ ഉൾപ്പെട്ട ചതുരംഗ സേനയോടുകൂടി ദേവിയെ നേരിട്ടു. മഹാഹനു എന്ന അസുരനും തൻ്റെ 1 കോടി തേരോടുകൂടി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അസിലോമാവ് എന്ന അസുരനാകട്ടെ 5 കോടി രഥങ്ങളോടുകൂടിയാണ് യുദ്ധസന്നദ്ധനായി വന്നെത്തിയത്. തുടർന്ന് അനേകം അസുരപരാക്രമികൾ തുടരെ യുദ്ധസന്നദ്ധരായി മുന്നോട്ട് വന്നു. എല്ലാ അസുരനായകന്മാരും സേനകളും ദേവിയുമായി നടത്തിയ യുദ്ധത്തിൽ ചത്തുവീണു. മഹിഷാസുരൻ അനേകം കോടി തേര്, കുതിര, ആന എന്നീ സൈന്യ സമൂഹങ്ങളുമായി വന്നാണ് പോരിലേർപ്പെട്ടത്. ഓരോരുത്തരും ഓരോ തരം ആയുധങ്ങൾ പ്രയോഗിച്ചെങ്കിലും ദേവി അതെല്ലാം നിഷ്പ്രഭമാക്കി. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ മന്ദഹാസത്തോടുകൂടി യുദ്ധം ചെയ്യുന്ന ദേവിയെ കണ്ട് അസുരന്മാർ കോപാകുലരായി തുടരെ ആയുധപ്രയോഗം നടത്തി. അസുരന്മാരുടെ ആയുധങ്ങൾക്കെതിരായി അതേ ആയുധങ്ങൾ തന്നെ പ്രയോഗിച്ചാണ് ദേവി അവരെ പരാജയപ്പെടുത്തിയത്. ദേവിയുടെ വാഹനമായ സിംഹം കോപത്താൽ ഗർജിച്ചുകൊണ്ട് അസുര സൈന്യങ്ങൾക്കിടയിലൂടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ ഏർപ്പെടുന്ന ദേവിയുടെ നിശ്വാസങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ചണ്ഡികാഗണങ്ങൾ തുടരെ പ്രത്യക്ഷപ്പെടുകയും പലതരം ആയുധങ്ങൾ പ്രയോഗിച്ച് അസുര സൈന്യത്തെ നിഗ്രഹിക്കുകയും ചെയ്തു. സേനാനായകന്മാരായ അസുരപ്രമാണിമാർ പടക്കളത്തിൽ അമ്പേറ്റ് രക്തം വാർന്ന് മരണമടഞ്ഞുകൊണ്ടിരുന്നു. ചിലരുടെ തലകൾ അറ്റ നിലയിലും മറ്റു ചിലർ നെടുകെ 2 പിളർക്കപ്പെട്ട നിലയിലും കാണായി. പടക്കളത്തിൽ നിന്ന് രക്തനദികൾ ഒഴുകിക്കൊണ്ടിരുന്നു. ദേവസമൂഹം ഈ കാഴ്ചകളെല്ലാം ദേവലോകത്തിരുന്ന് വീക്ഷിച്ചു. സേനകളെല്ലാം ചത്തൊടുങ്ങിയതിൽ കോപിഷ്ഠനായി സേനാനായകനായ ശിക്ഷുരകൻ എന്ന അസുരൻ ദേവിയുമായി അംഗത്തിന് പുറപ്പെട്ടു. ദേവി അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ശിശുരകൻ്റെ വില്ലും കൊടിമരവും മുറിച്ചിട്ടു. അവൻ്റെ ദേഹത്ത് അമ്പുകൾ കൊണ്ടുള്ള ധാരാളം മുറിവുകളുണ്ടായി. അവൻ ആക്രോശിച്ചുകൊണ്ട് ദേവിയെ ശൂലം കൊണ്ട് നേരിട്ടു. ദേവി ഉടൻ തന്നെ തൻ്റെ ശൂലം പ്രയോഗിച്ച് ശിശുരകൻ്റെ ശൂലത്തെയും അവനെയും തുണ്ടമാക്കി വീഴ്ത്തി. മഹിഷാസുരൻ്റെ സേനാനായകൻ മരിച്ചു വീണപ്പോൾ മറ്റൊരു സേനാപതിയായ ചാമരൻ യുദ്ധസന്നദ്ധനായ ആനപ്പുറത്ത് പോർക്കളത്തിലെത്തി. ദേവിയെ നിഗ്രഹിക്കാൻ വേൽ പ്രയോഗിച്ചപ്പോൾ ആ വേലിനെ ദേവി നിഷ്പ്രഭമാക്കി നിലത്ത് പതിപ്പിച്ചു. തുടർന്ന് കോപാക്രാന്തനായ ചാമരൻ ദേവിയെ ശൂലം പ്രയോഗിച്ച് നിഗ്രഹിക്കാൻ ഒരുമ്പെട്ടു. ദേവി അതിനെ അസ്ത്രപ്രയോഗത്താൽ മുറിച്ചു വീഴ്ത്തി.
ദേവിയുടെ വാഹനമായ സിംഹം കുതിച്ചു ചാടി ആനയുടെ മസ്തകത്തിൽ കയറിപ്പറ്റുകയും ചാമരനുമായി ബാഹുയുദ്ധം നടത്തുകയും ചെയ്തു. ആനപ്പുറത്തു നിന്ന് നിലത്ത് ചാടിയ ചാമരനെ സിംഹം കുതിച്ചു ചാടി നേരിട്ടു. സിംഹം ചാമരൻ്റെ ശിരസ് ഛേദിച്ചു. തുടർന്ന് ഉദഗ്രൻ, ഉദ്ധതൻ, ഉഗ്രാസ്യൻ, ഉഗ്രവീര്യൻ, മഹാഹനു എന്നീ രാക്ഷസവീരന്മാരും യുദ്ധസന്നദ്ധരായി വരികയും അവരെയും ദേവി നിഗ്രഹിക്കുകയും ചെയ്തു. സിഡാലൻ, ദുർധരൻ, ദുർമുഖൻ എന്നീ രാക്ഷസന്മാർ പോരിന് വന്നപ്പോൾ ദേവി അവരെയും നിഗ്രഹിച്ചു. തൻ്റെ സൈന്യവും സൈന്യാധിപന്മാരും ചത്തുവീഴുന്നത് കണ്ട് കോപാന്ധനായ മഹിഷാസുരൻ പോത്തിൻ്റെ രൂപമെടുത്ത് പോർക്കളത്തിലെത്തി. ദേവിയുടെ ചണ്ഡികാഗണങ്ങളിൽ ചിലരെ അവൻ മുറിവേൽപ്പിക്കുകയും ചിലരെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. തുടർന്ന് ദേവിയുടെ സിംഹത്തെ കൊല്ലാനായി അവൻ പാഞ്ഞെടുത്തു. കോപിഷ്ഠയായ ദേവിയും പരാക്രമിയായ അസുരനും പരസ്പരം ഘോരയുദ്ധം തുടങ്ങി. മഹിഷം ഗർജിച്ചുകൊണ്ട് ഭൂമി മാന്തി പൊളിക്കുകയും പർവ്വതശൃംഗങ്ങളെ കൊമ്പുകൊണ്ട് അടർത്തിയെറിയുകയും ചെയ്തു. ദേവി വരുണപാശം പ്രയോഗിച്ച് അവനെ ബന്ധിച്ചപ്പോൾ അവൻ മഹിഷാകൃതി വെടിഞ്ഞ് സിംഹരൂപം കൈക്കൊണ്ടു. ദേവി സിംഹത്തിൻ്റെ ശിരസ് മുറിച്ചിട്ടപ്പോൾ അസുരൻ വാളേന്തിയ യോദ്ധാവായി പ്രത്യക്ഷപ്പെട്ടു. ബാണങ്ങൾ പ്രയോഗിച്ച് ദേവി അവനെ വീഴ്ത്തിയപ്പോൾ അവൻ ആനയുടെ രൂപം ധരിച്ച് പരാക്രമം കാട്ടി. ദേവിയുടെ വാഹനമായ സിംഹത്തെ തുമ്പിക്കൈകൊണ്ട് വലിച്ചിഴച്ചു. ആനയുടെ കരം ദേവി മുറിച്ചുമാറ്റി. മഹിഷാസുരനാകട്ടെ വീണ്ടും പോത്തിൻ്റെ രൂപം ധരിച്ച് പരാക്രമം കാട്ടാൻ തുടങ്ങി. അഹങ്കാരിയായ അസുരനെ നിഗ്രഹിക്കാൻ ഉറച്ച ദേവി പോത്തിൻ്റെ മുകളിൽ കുതിച്ചു കയറി കാൽ കൊണ്ട് അവനെ ചവിട്ടിപ്പിടിച്ച് ശൂലത്താൽ അവൻ്റെ കഴുത്തിൽ കുത്തി. എന്നാൽ അവൻ്റെ മറ്റൊരു രൂപം വദനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ട ദേവി അതിനെ പകുതി വെളിയിലായപ്പോൾ തന്നെ തടഞ്ഞു നിർത്തുകയും പുറത്തേക്ക് ഇനി വരാത്ത വിധം ചവിട്ടിന് ആക്കം കൂട്ടുകയും ചെയ്തു. എന്നാൽ ആ നിലയിലും അവൻ പൊരുതിക്കൊണ്ടിരുന്നു. ദേവി വാളെടുത്ത് അവൻ്റെ ശിരസ് മുറിച്ച് വീഴ്ത്തിയതോടെ മഹിഷാസുരൻ ചത്തുവീണു. ശേഷിച്ച അസുര സൈന്യം ഈ കാഴ്ച കണ്ട് ജീവനും കൊണ്ട് പലായനം ചെയ്തു. ഇന്ദ്രാദിദേവന്മാർ ദേവിയെ ഭക്തിപുരസരം സ്തുതിച്ചു. ഗന്ധർവന്മാർ ആഹ്ലാദ സമന്വിതം ഗാനങ്ങൾ ആലപിച്ചു. അപ്സരസുകൾ നൃത്തം ചവിട്ടി. മഹിഷാസുരൻ്റെ വധത്തിൽ ദേവലോകം ആഹ്ലാദം കൊണ്ടു.